നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മോദിയോട് കടുത്ത എതിർപ്പും നീരസവുമായി RSS നേതൃത്വം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതാണ് മോദിയോട് RSS നേതൃത്വത്തിന് രൂക്ഷമായ അഭിപ്രായ വ്യത്യാസവും എതിർപ്പും ഉണ്ടാകാൻ കാരണമെന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് BJPക്കും RSSനുമൊക്കെ രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടി, അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരെ ഒരു പ്രതിരോധാവസ്ഥയിലാക്കി എന്നാണ് സംഘപരിവാർ നേതൃത്വം പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ട ഉടനെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കി, മാനക്കേടുണ്ടാക്കി എന്നാണ് RSS നേതൃത്വം കരുതുന്നത്. നരേന്ദ്രമോദി ഒരു ശക്തിമാനായ ഊർജ്ജസ്വലനായ ലോക നേതാവായി ഉയർന്നു വരുമ്പോഴാണ്, അല്ലെങ്കിൽ RSS മോദിയെ വലിയൊരു ദേശീയ അന്തർദേശീയ നേതാവായി ഉയർത്തിക്കാട്ടുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കേട്ട് നരേന്ദ്രമോദി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇത് RSS നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചു. പാകിസ്ഥാനുമായി ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നുവെന്നും പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചുകൊണ്ട് മികച്ച മറുപടി നൽകാനുള്ള അവസരമാണ് ഉണ്ടായതെന്നും അത് മോദി കളഞ്ഞു കുളിക്കുകയായിരുന്നുവെന്നുമാണ് RSS നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏതായാലും മോദി ഒരു RSS പ്രചാരകാണ്, RSSലൂടെ വളർന്നു വന്നയാളാണ്, RSSന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, RSSന്റെ സൃഷ്ടിയാണ്. RSSന്റെ സൃഷ്ടിയായ മോദിക്കെതിരെ RSS തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. മോദിയുടെ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം RSSലും സംഘപരിവാർ സംഘടനകളിലും ശരിക്കും അദ്ദേഹത്തിനെതിരെ എതിർപ്പുണ്ടാക്കിയിരുന്നു. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയ മികച്ച അവസരം നരേന്ദ്രമോദി കളഞ്ഞുകുളിച്ചു. അത് എങ്ങനെ? ഡൊണാൾഡ് ട്രംപിന്റെ അഭിപ്രായം കേട്ട് ആ അവസരം കളഞ്ഞുകുളിച്ചു എന്നാണ് RSS നേതാക്കൾ പലരും രഹസ്യമായി പറയുന്നത്. പാകിസ്ഥാനെ മികച്ച തിരിച്ചടി നൽകാൻ, നല്ലൊരു പാഠം പഠിപ്പിക്കാൻ കിട്ടിയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അവസരമായിരുന്നു ഇത്. പലപ്പോഴും പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുകൾ കോൺഗ്രസ് സർക്കാരുകൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ നിരന്തരം ആക്ഷേപിക്കാറും കളിയാക്കാറുമുള്ളതായിരുന്നു RSS നേതൃത്വം. എന്നാൽ RSSന്റെ സ്വന്തം ആളായ മോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പാകിസ്ഥാനെ പ്രഹരിക്കാൻ കിട്ടിയ മികച്ച അവസരം അമേരിക്കൻ ഇടപെടലിലൂടെ ഇല്ലാതാക്കി കളഞ്ഞു. അതിൻ്റെ ഉത്തരവാദി നരേന്ദ്രമോദി അല്ലാതെ മറ്റാരുമല്ല എന്നാണ് RSS നേതൃത്വം പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ RSS നേതൃത്വത്തിന് മോദിയോട് കടുത്ത എതിർപ്പും വിയോജിപ്പുമുണ്ട്. പാകിസ്ഥാന് മികച്ച മറുപടി നൽകി ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരം പലപ്പോഴും RSSന്റെ ക്യാമ്പുകളിലും ശാഖകളിലുമൊക്കെ പാകിസ്ഥാനെ അവരുടെ പ്രധാന ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് RSSന് ഇന്ത്യയിൽ ഭരണം പിടിക്കുന്ന നിമിഷം പാകിസ്ഥാൻ എന്നുള്ള രാജ്യം ഭൂമുഖത്ത് ഉണ്ടാകുകയില്ലെന്നും അത് അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായി ചേർന്ന് പാകിസ്ഥാനും ഇന്ത്യയും 47 മുമ്പുള്ളതുപോലെ ഒറ്റ രാഷ്ട്രമായി തീരുമെന്നുമൊക്കെയാണ് RSS BJP വൃത്തങ്ങൾ അവരുടെ ക്യാമ്പുകളിലും ശാഖകളിലൊക്കെ പഠിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ഇതാ RSSന്റെ പ്രചാരകൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ച് മൂലക്കിരുത്താൻ പറ്റിയ ഏറ്റവും മികച്ച അവസരം അമേരിക്കയുടെ വാക്ക് കേട്ട് കളഞ്ഞു കുളിച്ചു എന്നാണ് മോദിക്കെതിരെയുള്ള RSSന്റെ ആരോപണമെന്ന് ചില വിദേശ മാധ്യമങ്ങൾ പറയുന്നു. ഏതായാലും മോദിക്കെതിരെ RSSന് നല്ല അസംതൃപ്തി കാര്യത്തിലുണ്ടെന്നുള്ള കാര്യം സംശയമല്ല. കാര്യം RSS നേതൃത്വം രോഷാകുലരാണ്. ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, പക്ഷെ അവർ അത് പുറത്ത് പറയുന്നില്ല, പുറത്ത് കാണിക്കുന്നില്ല. അത്തരം റിപ്പോർട്ടുകളെ അവർ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും മോദിക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മോദി നഷ്ടപ്പെടുത്തിയ ഈ സുവർണ അവസരം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനും പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കാനും RSS നേതാവായ മോദിക്ക് ലഭിച്ച സുവർണാവസരം അദ്ദേഹം ഇല്ലാതാക്കി എന്നുള്ളത് RSS നേതൃത്വത്തിൻ്റെ കടുത്ത അസംതൃപ്തിക്ക് കാരണമായിരിക്കുകയാണ്.